നമസ്കാരം. ഗാനജാലകത്തിലേക്ക് സ്വാഗതം. കാഴ്ചയുടെ പരിമിതികളെ സംഗീതത്തിൻ്റെ പ്രകാശം കൊണ്ട് തോൽപ്പിച്ച ആ അസാധാരണ പ്രതിഭയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതെ, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മിയെക്കുറിച്ച് തന്നെ. മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ലോകം. വിജയലക്ഷ്മിയുടെ അനുഗ്രഹീത നാദം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കാഴ്ചയുടെ ലോകം ഇരുളടഞ്ഞതാണെങ്കിലും സ്വരസാമ്രാജ്യത്തിൽ കോടി സൂര്യപ്രഭ പരത്തിയ ആ സംഗീത പ്രതിഭയ്ക്ക് ഗാനജാലകത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്നല്ല, ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള എല്ലാവരെയും അനുമോദിക്കുന്നു. 2 വൈക്കം സ്വദേശികൾക്ക് ദേശീയ പുരസ്കാരം ഒരുമിച്ച് ലഭിച്ചു എന്നതും ഇത്തവണത്തെ സവിശേഷതയാണ്. വിജയലക്ഷ്മിയുടെ ശബ്ദത്തിന് മലയാള ചലച്ചിത്ര രംഗത്ത് അതുവരെ കേൾക്കാത്ത സവിശേഷതയുണ്ട്. ഗാംഭീര്യമുള്ള, അതേസമയം ആർദ്രതയുള്ള ശാസ്ത്രീയ സംഗീത ശബ്ദഘടനയാണ് അവരുടേത്. കൃത്രിമത്വം നിഴലിക്കാത്ത രാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആലാപന ശൈലി ആരെയും ആകർഷിക്കാൻ പോകുന്നതാണ്. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അജയൻ്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി എന്ന ഗാനം പാടിയതിൻ്റെ പേരിലാണ് 2024 മികച്ച ഗായികയായി ദേശീയ തലത്തിൽ വൈക്കം വിജയലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മനു മഞ്ജിത്തിൻ്റെ രചനയും ദീപു നൈനാൻ തോമസിൻ്റെ സംഗീതവും. വൈക്കം ഉദയനാപുരം ഉഷാനിലയത്തിൽ വി മുരളീധരൻ്റെയും PK വിമലയുടെയും മകളായി 1981 ഒക്ടോബർ 7 വിജയലക്ഷ്മി ജനിച്ചത്. വിജയദശമി ദിവസം ജനിച്ചതുകൊണ്ടാണ് മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ, കുഞ്ഞിന് വിജയലക്ഷ്മി എന്ന് പേരിട്ടത്. ജന്മനാ തന്നെ അന്ധയാണെങ്കിലും കുട്ടിക്കാലം മുതൽ വിജയലക്ഷ്മി സംഗീതത്തോട് വലിയ ആഭിമുഖ്യം കാണിച്ചിരുന്നു. വൈക്കം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിലായിരുന്നു ഈ ഗായികയുടെ അരങ്ങേറ്റം. അമ്പലപ്പുഴ തുളസി, വൈക്കം സുമംഗല, തൃപ്പൂണിത്തുറ വിൻസെൻ്റ്, മാവേലിക്കര പൊന്നമ്മ, മാവേലിക്കര P. സുബ്രഹ്മണ്യൻ തുടങ്ങിയവരാണ് വിജയലക്ഷ്മിയുടെ പ്രധാന ഗുരുക്കന്മാർ. ഗുരുമുഖത്ത് നിന്ന് സംഗീതം അഭ്യസിക്കുന്നതിന് മുമ്പ് തന്നെ വിജയലക്ഷ്മി അരങ്ങേറ്റം നടത്തിയിരുന്നു. പഠിക്കുന്ന കാലത്ത് സംഗീതത്തിന് യുവജനോത്സവങ്ങളിലും മറ്റും ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്ത് ലഭിച്ച കളിപ്പാട്ട വീണയിൽ പാട്ട് വായിക്കാൻ തനിയെ പഠിച്ചു. അത് കണ്ടിട്ട് അച്ഛനാണ് ഒറ്റക്കമ്പി വീണ നിർമ്മിച്ച് മകൾക്ക് സമ്മാനിച്ചത്. പിന്നീട് അതിലായി വിജയലക്ഷ്മിയുടെ വാദനം. ആ വീണയ്ക്ക് ഗായത്രി വീണ എന്ന് പേര് നൽകിയത് പ്രശസ്ത വയലിൻ വിദ്വാനായ കുന്നക്കുടി വൈദ്യനാഥനാണ്. ആത്മീയ യാത്ര എന്ന ടെലിവിഷൻ ചാനലിൽ അമൃതവർഷിണി രാഗത്തിൽ വൈക്കം വിജയലക്ഷ്മി കുറച്ച് പാട്ടുകൾ പാടിയിരുന്നത് കേട്ടിട്ട് M. ജയചന്ദ്രൻ 2013 പുറത്തിറങ്ങിയ സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലേക്ക് വേണ്ടി പാടാൻ വിളിക്കുകയും കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ എന്ന പാട്ട് G. ശ്രീറാമുമായി ചേർന്ന് ആലപിക്കുകയും ചെയ്തു. ആ പാട്ടിന് 2 പേർക്കും ആ വർഷത്തെ പുരസ്കാര നിർണയ സമിതി പ്രത്യേക പരാമർശം നൽകി ആദരിക്കുകയുണ്ടായി. ആ സംഗീതയാത്രയുടെ തുടർച്ചയായിട്ടാണ് വിജയലക്ഷ്മി അജയൻ്റെ 2ാം മോഷണം എന്ന ചിത്രത്തിനായി അങ്ങ് വാനക്കോണിൽ എന്ന ഗാനം പാടിയതും ഇപ്പോൾ ഈ പുരസ്കാരം നേടിയതും. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നമ്മുടെ മലയാളത്തിന് ഇത് 6ാം തവണയാണ് ലഭിക്കുന്നത്. 1980 ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന ഗാനം പാടിയതിന് എസ് ജാനകിയാണ് അത്
നേടിയത്. എസ് ജാനകിയെക്കുറിച്ചുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. കെ എസ് ചിത്രയ്ക്ക് 2 തവണ ഇതേ പുരസ്കാരം ലഭിച്ചു. 1986 നക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനത്തിൻ്റെ പേരിലും 1988 വൈശാലിയിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും എന്ന പാട്ടിൻ്റെ പേരിലുമായിരുന്നു അത്. 2020 അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ കലക്കാത്ത സന്തനമേറെ എന്ന പാട്ടുപാടിയ നഞ്ചിയമ്മ ആ സമ്മാനം നേടുകയുണ്ടായി. 2022 സൗദി വെള്ളയ്ക്ക എന്ന പടത്തിലെ ചായും വെയിൽ മുകിൽച്ചില്ലകൾ എന്ന ഗാനം പാടിയ ബോംബെ ജയശ്രീയും അത് കരസ്ഥമാക്കി. അങ്ങനെ മലയാളത്തിന് ലഭിക്കുന്ന 6ാമത്തെ പുരസ്കാരം ആണ് ഇത്. 5ാമത്തെ വ്യക്തിയും. മലയാളികളായ ഗായികമാർ അന്യഭാഷകളിൽ പാടി പലപ്പോഴും ഇതേ പുരസ്കാരം നേടിയിട്ടുണ്ടെന്ന കാര്യവും നമുക്കറിയാം. വിജയലക്ഷ്മി പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ പലതുണ്ട്. എല്ലാം പറയാൻ സമയം ലഭിക്കില്ല. എങ്കിലും ചിലത് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. 2013 വന്ന നടൻ എന്ന ചിത്രത്തിലെ ഒറ്റയ്ക്കു പാടുന്ന പൊങ്കുയിലെ എന്ന ഗാനമാണ് കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയം. അതിന് അവർക്ക് സംസ്ഥാന പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഒരു വടക്കൻ സെൽഫിയിലെ 2015 ആ പടം പുറത്തു വരുന്നത്. കൈക്കോട്ടും കണ്ടില്ല കയ്യിൽ തഴമ്പുമില്ല എന്ന ഗാനം വിജയലക്ഷ്മിയുടെ ആലാപന ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒന്ന്. ഇന്നസെൻ്റ് എന്ന ചിത്രത്തിലെ ഒരു പരമ്പരാഗത നാടോടിപ്പാട്ട് അഞ്ജനമണി എന്ന് തുടങ്ങുന്ന പാട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുണ്ട്. അതും എടുത്തു പറയത്തക്കതാണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ശ്രദ്ധേയമായ ചില പാട്ടുകൾ വിജയലക്ഷ്മി പാടിയിട്ടുണ്ട്. ജയ് ഭീം എന്ന ചിത്രത്തിലെ എന്ന ഗാനം വിജയലക്ഷ്മി മനോഹരമാക്കിയ ഒന്നാണ്. അതുപോലെ ബാഹുബലിയിലെ ആരിവൻ ആരിവൻ എന്ന പാട്ട്, തെരി എന്ന സിനിമയിലെ എൻ ജീവൻ എന്ന ഗാനം മറ്റൊന്നാണ്. വീരശിവജിയിലെ സ്വപ്ന സുന്ദരി എന്ന പാട്ട് വളരെ ജനകീയമായി മാറിയ ഒന്നാണ്. വൈക്കം വിജയലക്ഷ്മി തൻ്റെ സംഗീതയാത്ര അഭംഗുരം തുടരട്ടെ. കൂടുതൽ അംഗീകാരങ്ങൾ ഈ ഗായികയെ തേടിയെത്തട്ടെ. എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.